മൈക്രോ സിമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോ ടോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ജനകീയമാവുന്നുള്ളൂ. ആളുകൾ സാധാരണ മനുഷ്യർ കേട്ട് തുടങ്ങിയിട്ടില്ല. എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? അതൊരു ഫ്ലോറിംഗ് സിസ്റ്റമാണ്. ഫ്ലോറിംഗ് പ്ലസ് വാൾ ഫിനിഷസ്, കംപ്ലീറ്റ് ഇൻറ്റീരിയർ സർഫസ് ഫിനിഷസ്, കണ്ടിന്യൂസ് ഫ്ലോർ എന്നുള്ള സംഗതിയുണ്ട്. ഫ്ലോർ ടു വോൾ ഓർ എനി സർഫസസ്. ടെക്സ്ചർ പെയിൻറ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ? ഈ ഒരു പ്രൊഡക്റ്റ് ഇന്റീരിയറിൽ മാത്രമാണോ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതോ നമുക്ക് എക്സ്റ്റീരിയറിലും ചെയ്യാം? എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാം. നേരെ ടൈലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജോയിൻസ് ഒക്കെ പ്രൈമിങ് ആൻഡ് ബേസ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഫൈബർ മെഷ് വെച്ച് എംബഡ് ചെയ്യും. നമ്മുടെ ഈ മൈക്രോ സിമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോ ടോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ജനകീയമാവുന്നുള്ളൂ. ആളുകൾ സാധാരണ മനുഷ്യർ കേട്ട് തുടങ്ങിയിട്ടില്ല. അത് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? അതൊരു ഫ്ലോറിംഗ് സിസ്റ്റമാണ്. ഫ്ലോറിംഗ് പ്ലസ് വാൾ ഫിനിഷസ്, കംപ്ലീറ്റ് ഇൻറ്റീരിയർ സർഫസ് ഫിനിഷസ് എന്ന് നമുക്ക് പറയാം. അത് സീംലെസ് ആണ്, കണ്ടിന്യൂസ് ഫ്ലോറിംഗ് ആയിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കോൾസ്. അതിപ്പം ആർക്കിടെക്റ്റിൻ്റെ സൈഡുകളിൽ നിന്നല്ല, പിന്നെ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, ജനറലായിട്ടുള്ള ആൾക്കാർ, മീൻസ് ഇപ്പോൾ മിക്കവാറും ഈ റിസോർട്ട്സിൻ്റെ ആൾക്കാർ, വീടുകൾ, അവരൊക്കെ ചിലപ്പോൾ മിക്കവാറും ചോദിക്കാറുണ്ട്. എൻക്വയറീസ് കുറേ കൂടുതലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സും കൂടി ചോദിക്കുന്ന ഒരവസ്ഥ ഈയിടെയായിട്ടാണ്. മെറ്റീരിയൽ ഒരു നോർമലി 3 to 4 കമ്പോണൻറ്റ്സ് മെറ്റീരിയലാണ്. ഫില്ലർ മെറ്റീരിയൽ ഉണ്ട്, പോളിമർ. അതിൻ്റെ ബേസ് സിമെൻ്റ് ആണ്. ഈ മൈക്രോ സിമെൻറ്റ് ഹൈഡ്രേറ്റ്, അതെ, സിമെൻറ്റ് ജനറേറ്റഡ് പൗഡറാണ്. പ്ലസ് ഫില്ലേഴ്സ് ഉണ്ട്, പോളിമേഴ്സ് ഉണ്ട്. പോളിമേഴ്സ് ആണ് അതിൻ്റെ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്ന സാധനം, ബൈൻഡിങ് പ്രോപ്പർട്ടി കൊടുക്കുന്ന സാധനം. ഈ ഫ്ലോറിൽ യൂസ് ചെയ്യുന്നതും വോളിൽ യൂസ് ചെയ്യുന്നതൊക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണോ? അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരേ മെറ്റീരിയൽ വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ കോമ്പോസിഷനകത്ത് ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഇപ്പോൾ നമ്മൾ വോൾ ചെയ്യുമ്പോൾ ഫ്ലോർ വേണ്ടതിൻ്റെ അത്രയും അബ്രേഷൻസ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ തിക്നെസ് കുറയ്ക്കാം, വേണമെങ്കിൽ മെത്തഡോളജിയിൽ ചെറിയൊരു മാറ്റം വരുത്താം. അബ്രേഷൻ ഡിസ്റ്റൻസ് എന്നുള്ള സാധനം ഫ്ലോറിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ പ്രധാനമായതുകൊണ്ട്, അതായത് സർഫസ് എപ്പോഴും നമ്മൾ നടക്കുകയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലോറിന് അബ്രേഷൻ ഡിസ്റ്റൻസ് കൂടാനായിട്ട് അതിൻ്റെ പാർട്ടിക്കിൾ സൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ലെയർ കൂടും, ഫിനിഷ്ഡ്. അങ്ങനെ വരുമ്പോൾ ഒരു 2.5 to 3.5 mm തിക്നെസ് ഫ്ലോറിന് വേണം. വോളിന് അത്രയും ആവശ്യമില്ല, 1.5 to mm. നമുക്ക് എന്തൊക്കെ സർഫസസിൽ ഇത് യൂസ് ചെയ്യാം? ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ മെറ്റാലിക് സർഫസ് ഒഴിച്ച് മെറ്റൽസ് ഇതിലും ചെയ്യാം. അല്ലാതെ ഒഴിച്ച് ഏത് സർഫസിലും ചെയ്യാം. മെറ്റലിൽ ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റും, പക്ഷേ അതിനൊരു പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യണം. അതിൻ്റെ ഗ്രൈൻഡിങ്, പിന്നെ ബൈൻഡിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, സർഫസ് പ്രിപ്പറേഷൻ. ഏതിലും സർഫസ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ വളരെ ചില കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ പിന്നെ ഫ്ലോർ റേസിംഗ് ഡാമേജസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡീബോണ്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ പിന്നീട് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ക്രാക്ക് ഫോർമേഷൻ, ഇങ്ങനത്തെ സാധ്യതകളൊക്കെ നമ്മൾ പരിഗണിച്ചതിന് ശേഷം അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം. ദെൻ മീൻ ഫ്ലോർ നല്ല സൗണ്ടായിട്ട് മാറ്റിയെടുത്തിട്ട് അതിന് വേണ്ടുന്ന ഒരു പ്രിപ്പറേഷൻ ലെവൽ തന്നെ നന്നാക്കി എടുത്തിട്ട് വേണം മേളിലേക്ക് നമ്മൾ ഈ മൾട്ടിപ്പിൾ ലെയേഴ്സ് അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ. നമ്മുടെ ഈ പ്ലൈവുഡിലും മൾട്ടിവുഡിലും അതിലൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലും ഒക്കെ ചെയ്യാം. കൗണ്ടർ ടോപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നു സാധനം അറിയായിരിക്കും, അതായത് കണ്ടിന്യൂസ് ഫ്ലോർ എന്നുള്ള സംഗതിയുണ്ട്. ഫ്ലോർ ടു വോൾ ഓർ എനി സർഫസസ്, കണ്ടിന്യൂസ്, സീംലെസ്, ഫ്ലോലെസ്, ഇങ്ങനെയുള്ള ഇതിലാണല്ലോ. അപ്പോൾ ആ രീതിയിലാകുമ്പോൾ എവിടെയും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ മൈക്രോ സിമെൻറ്റ് ഫ്ലോറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ചെയ്യുന്ന സ്റ്റേജ് ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് ബാക്കിയുള്ള നമുക്ക് വേണ്ടുന്നുള്ള സർഫസുകളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഈ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളതിന് പ്രിപ്പയർഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. ഫിക്സഡ് ഇതൊക്കെ ഉണ്ടാവല്ലോ, ഫിക്സഡ് നമ്മൾ പിന്നെ ചിലത് കോട്ട് അല്ലെങ്കിൽ ഇൻബിൽറ്റ് സാധനങ്ങൾ, അല്ല ഇതുപോലത്തെ സാധനങ്ങൾ തന്നെ ചിലപ്പോൾ ചെയ്യണമെന്ന് പറയും. അത്തരം സീംലെസ് ആയിട്ട് പോകേണ്ട സർഫസുകളെല്ലാം തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സാധനം രണ്ടാമത് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ സീംലെസ് ജോയിൻറ്റ് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ സീംലെസ് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് ഇത് ചെയ്യാനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സർഫസുകളെല്ലാം തന്നെ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് സർഫസ് ഫിക്സ് ചെയ്യുക. അതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ടോപ്പിംഗ് ലെയർ, അഡീഷണൽ ഒരു പ്രിപ്പറേറ്ററി ലെവൽ സാധനം കൊടുത്ത് അതിനെ നമുക്കൊരു ഇതാക്കി എടുക്കാം. എന്നിട്ട് മൈക്രോ ടോപ്പ് അല്ലെങ്കിൽ മൈക്രോ സിമെൻറ്റ് ഫിനിഷ് ചെയ്യാം.
ഈ മൈക്രോടോപ്പ് ആൻഡ് മൈക്രോ സിമെൻ്റ് എന്നുള്ളത് ബ്രാൻഡിൻ്റെ വേരിയേഷനാണ് ആ പേരിനകത്തുള്ളത്. എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അത് ബ്രാൻഡാണോ അതെ, ഓരോരോ കമ്പനികൾ ടോപ്പി സിമെൻറ്റ്, മൈക്രോ സിമെൻറ്റ്, മൈക്രോ ടോപ്പ്, ഓക്കെ ഓക്കെ, ഓരോ ബ്രാൻഡ് വ്യത്യാസത്തിൽ വരുന്ന ഓരോ മാനുഫാക്ചേഴ്സ് അവർ ബ്രാൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സർഫസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കോമൺ ഏരിയ കംപ്ലീറ്റ് നമുക്ക് മൈക്രോ സിമെൻറ്റ് ചെയ്യുന്നു, ബെഡ്റൂംസ് ടൈലാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ല, 3 to 3.5 mm ആ വേരിയേഷനിലെ ഫ്ലോർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം ടൈൽ ചെയ്തിട്ട് ഈ പറഞ്ഞ 4 mm ലെവലിലാക്കിയിട്ട് മറ്റേ ഏരിയ സ്ക്രീഡ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് മതി. അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ലെവലിലാക്കി സെയിം ആക്കാം. ഇനിയിപ്പോൾ മൈനർ വേരിയേഷൻസ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എത്ര ഇതിൻ്റെ ആപ്ലിക്കേഷൻ എത്ര സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്? അത് നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ മാർബിളൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ പോളിഷിങ്, ഫൈനൽ പോളിഷിങ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണോ ചെയ്യുന്നത്? ഫൈനൽ പോളിഷിങ് ഉപരിയായിട്ട് നമ്മളിതിൻ്റെ പ്രൈമിങ്, സർഫസ് പ്രിപ്പറേഷൻ, ഒരു ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ഒന്ന് റഫാക്കി എടുക്കുക ഫ്ലോർ സർഫസ് ഏതാണെങ്കിലും. ഇത് കഴിഞ്ഞിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യും. പ്രൈമർ പ്ലസ് അതിന് ശേഷമുള്ളതാണ് ബേസ് കോട്ട്. ആ ബേസ് കോട്ട് തന്നെ 2 ലെയറായിട്ട് ചെയ്യും. ബേസ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സർഫസിന് ബോണ്ടിങ്ങിന് എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ടഫായിട്ടുള്ള ഒരു ഫേം ബോണ്ടിങ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫൈബർ സ്ക്രീം എംബഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നു. ഇതിനെല്ലാം തമ്മിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് വേണ്ടി വരും. ഡ്രൈ ക്യൂറിങ് ടൈം, നോർമൽ ക്യൂറിൻ്റെയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ഫിനിഷ് കോട്ട് ചെയ്യാം. ഫിനിഷ് കോട്ടും എല്ലാ സാധനങ്ങളും നമ്മൾക്ക് സിംഗിൾ കോട്ട് വേണേൽ തീർക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് മൾട്ടി ലെവലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഫിനിഷ് കിട്ടും. നമുക്ക് വേണ്ട രീതിയിലേക്ക് ഫിനിഷിനെ മാറ്റിയെടുക്കാം. വളരെ സ്മൂത്ത് ആക്കണമെങ്കിൽ അതിനുള്ള സാൻഡിങ് ചെയ്താൽ മതി ലാസ്റ്റ് സ്റ്റേജിൽ. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കുള്ള സ്റ്റേജിലും ബേസ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു സാൻഡിങ് പ്രിപ്പറേഷൻ വേണം. അത് കഴിഞ്ഞിട്ട് ടോപ്പ് കോട്ട് കൊടുക്കുന്നു. ഫൈനൽ സ്റ്റേജിൽ ഈ ചെയ്യുന്ന നമുക്ക് ഏത് തരത്തിലുള്ള അപ്പിയറൻസ് വേണം, ആ സ്ട്രോക്ക് നമ്മൾ ട്രവൽ അപ്ലൈ ചെയ്യുന്ന രീതി, സ്ട്രോക്ക് വേണ്ട സ്ഥലത്ത് അങ്ങനെ, ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് ഓൾമോസ്റ്റ് ഒരു സ്മൂത്ത് അല്ലെങ്കിൽ വലിയ വേരിയേഷൻസ് വേണോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്റ്റേജിൽ ഫൈനൽ സ്റ്റേജിൽ തീരുമാനിച്ച് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് സാൻഡ് ചെയ്തിട്ട് സീൽഡർ അപ്ലൈ ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മൈനർ ഒരു മൈൽഡ് സാൻഡിങ് അങ്ങനത്തെ സംഗതികളുള്ളൂ ഇതിനകത്ത്, അല്ലാതെ പോളിഷ് കോൺക്രീറ്റ് പോലുള്ള ഇൻറ്റീരിയർ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലത്. അത് ഫ്ലോറിങ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്ലോറിങ് ചെയ്യുന്ന സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് പിന്നെ ഇൻറ്റീരിയറും പെയിൻറ്റിങ്ങും വർക്കൊക്കെ വരാനുള്ളതാണല്ലോ. വേണ്ട, ആ പെയിൻറ്റിങ്ങിന് ലാസ്റ്റ് സ്റ്റേജ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു നമുക്കിപ്പോൾ പ്രൈമർ പുട്ടി കൊടുത്തു, പ്രൈമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന 2 ബേസ് കോട്ട് ഉണ്ടല്ലോ, പ്രൈമർ പ്ലസ് ബേസ് കോട്ടൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് 2 സ്റ്റേജ് വളരെ വേഗത്തിൽ ഇൻറ്റീരിയർ കഴിഞ്ഞിട്ട് ഫൈനൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആ സ്റ്റേജ് കറക്റ്റ്. അപ്പോൾ അതിനും ക്യൂറിംഗ് ടൈം ഒരു ദിവസത്തേക്ക് ക്യൂറിംഗ് ടൈമിൻ്റെ ആവശ്യം. ക്യൂറിൻ്റെ ഒരു വെതറിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. പക്ഷേ ഇത് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3 days വേണം ഫുഡ് ട്രാഫിക്കിന് വേണ്ടി ക്യൂറിങ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഒരു 72 hours എങ്കിലും മിനിമം കൊടുക്കണം. ഇതിന് നോർമലി ക്രാക്സ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇതിന് ക്രാക്സ് ഈ ബേസിൽ സബ്സ്ട്രേറ്റിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലാണ്. അതിന് നമ്മൾ ക്രാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സർഫസിലല്ലാതെ ക്രാക്സ് വരില്ല. ബേസിന് സ്ട്രെങ്ത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ ആ ബേസിൽ എന്തെങ്കിലും ക്രാക്ക് വന്നാൽ അത് ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ടെക്സ്ചർ പെയിന്റ് ചെയ്യുന്നുണ്ടല്ലോ, ടെക്സ്ചർ പെയിന്റ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ? ടെക്സ്ചർ പെയിന്റ് സാർ ഉദ്ദേശിച്ച ഒരു ഫോക്സ് ടൈപ്പ് കോൺക്രീറ്റ് ഫിനിഷ് എന്നുള്ള രീതിയാണ്. പല രീതിയിൽ നമ്മൾ ഫിനിഷുള്ള ടെക്സ്ചർ പെയിന്റുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിന്തറ്റിക് പ്ലാസ്റ്റർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സംഭവം ഇതും തമ്മിലുള്ള എന്താ വ്യത്യാസം? ശരിക്കും ടെക്സ്ചർ പെയിന്റിനകത്ത് അധികം തിക്നെസ് ഇല്ല. ഇത്രയും ഇത് കുറച്ചും കൂടെ സ്കിൽഡ് ലേബർ ചെയ്യണം. സ്കില്ലും അതിനകത്ത് നമുക്കൊരു വേണ്ട ഫൈനൽ ഒരു ഔട്ട്കം എന്തായിരിക്കണം എന്നുള്ളൊരു ഇതിനകത്ത് വേണം. മറ്റേതിനകത്ത് കുറച്ചുകൂടി ഈസിയാണ്. തിൻ ലെയർ ആപ്ലിക്കേഷൻസ് ആണ്. ചിലപ്പോൾ ഒരു 500 microns ഒക്കെ വരുള്ളൂ. എന്നാലും ഒരുപാട് റേഞ്ച് ഓഫ് സാധനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. മിക്കവാറുള്ള പെയിന്റ് കമ്പനികളൊക്കെ തന്നെ സാധനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അത് എത്രത്തോളം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് ഓരോരുത്തരെയും. പിന്നെ ഫ്ലോറിലേക്ക് ചെയ്യാൻ പറ്റില്ല. വാൾ ഓർ സീലിംഗ് അത്തരം കേസുകളിൽ നമുക്ക് പറ്റുള്ളൂ. കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിരിക്കും ഏത് ടെക്സ്ചർ പെയിന്റ്. നമുക്കിത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതും സിമെന്റ് ഫിനിഷ് ആയിരിക്കും മൈക്രോ ടോപ്പിംഗ് കണ്ടിട്ടുള്ളത്. ദാറ്റ് മീൻസ് ടോൺ അതിന്റെ കളർ. ഇപ്പം എന്തൊക്കെ കളർ ഓപ്ഷൻസ് ഉണ്ട്? നമുക്ക് കളറും അത്യാവശ്യം ഓൾ റേഞ്ചസും എല്ലാം ഉണ്ട്. ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ആ റേഞ്ചിൽ കിട്ടുന്ന എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷേ ആ കളേഴ്സ് നമ്മൾ ഭയങ്കര ഇതിനകത്ത് ഒരു ഷൈനി
ഷൈനിങ് വേണ്ടവരൊന്നും ഈ മൈക്രോ ടോപ്പിംഗ് വരില്ലല്ലോ. അങ്ങനെ എന്നാലും നമുക്ക് ഗ്ലേസ് സാറ്റിൻ ഫിനിഷിലേക്കൊക്കെ എത്തിക്കാം. പക്ഷേ ഇതിൻ്റെ ആ വേരിയേഷൻസും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഡീപ്പ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന വേരിയേഷൻസ് വരും. ആ വേരിയേഷൻസൊക്കെ എത്രത്തോളം വേണമെന്നുള്ളത് ആ വർക്കിൽ ചെയ്തു വരുമ്പോഴാണ്. പിന്നെ ഇൻറ്റേർണൽ ആണെങ്കിൽ ഇൻറ്റീരിയർ ആണെങ്കിൽ ലൈറ്റിങ്, എക്സ്റ്റീരിയർ ആ ലൈറ്റും നോർമൽ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതിനൊക്കെ അനുസരിച്ചുള്ള ഇതൊക്കെ മാറും. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഏത് വേണമെന്നുള്ളത് ശരിക്കും ഡിസൈനർ അല്ലെങ്കിൽ കളർ ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ പറയുന്ന കളർ അനുസരിച്ച് എല്ലാ റേഞ്ചിലും പെട്ട കളേഴ്സ് ഉണ്ട്. നമുക്കിത് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്റീരിയറിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതോ നമുക്ക് എക്സ്റ്റീരിയറിലും ചെയ്യാം? എക്സ്റ്റീരിയലും യൂസ് ചെയ്യും. ഈ കളർ ഫെയ്ഡിങ്ങോ സംഭവങ്ങളൊന്നും പറ്റില്ല. ഇല്ല, അതിനുള്ള സീലേഴ്സ് ആ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യണം. PU സീലേഴ്സ്, പോളിയൂറത്തിൻ സീലർ, ആൻറ്റിഫാറ്റിക് ബേസ്ഡ് സീലേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്റ്റീരിയർ വോളിലൊക്കെ നമ്മൾ ചെയ്താലും ഈ പറഞ്ഞ റെയിൻ്റെ ഇഷ്യൂസും നമ്മളൊരു ഒരു 4-5 വർഷം ഗ്യാപ്പിൽ ഇൻ്റർവെല്ലിൽ സീലർ അപ്ലൈ ചെയ്യണം. അല്ല, ഈ പായൽ പിടിക്കുന്ന ഇഷ്യൂസ് സീലർ അപ്ലൈ ചെയ്താൽ മതി. റീകൂട്ട് ചെയ്യാന്നുള്ളതാണ്. എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ നമ്മളൊരു സീലർ ഉണ്ടാവും. ആ സീലർ ഒരു 4-5 വർഷം കൂടുമ്പോൾ റീകൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയറിൽ ഇത് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി അതിലേക്ക് ചെയ്യണം. പുട്ടി നിറണ്ടല്ലോ, പിന്നെ പുട്ടിയേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് പുട്ടിക്ക് പകരം നേരെ ഇതങ്ങ് ചെയ്യാം. വളരെ സ്മൂത്തായ സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് റഫാക്കി. നോർമലി പ്ലാസ്റ്റർ ചെയ്തിട്ട് വോളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ചെയ്യാം. അപ്പോൾ പുട്ടി ഇടുന്നതിൻ്റെ പോസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഒരു വാട്ടർ പ്രൂഫിംഗ് ക്യാരക്ടർ ഉണ്ടോ ഇതിന്? വാട്ടർ പ്രൂഫിംഗ് ക്യാരക്ടർ ഉണ്ട്. അതാ സീലറാണ്, സീലറിന്റെ ക്വാളിറ്റി പോലെ ചെയ്യും. അപ്പോൾ നമ്മളിത് ഇത് ചെയ്തിട്ട് അതിന്റെ പുറത്ത് ഈ സീലർ ട്രാൻസ്പെറന്റ് ആയിരിക്കുമല്ലോ. ട്രാൻസ്പെറന്റ് സീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ആൽഗ ഇഷ്യൂസും വരില്ല, വെള്ളത്തിന്റെ പെനിട്രേഷനോ കാര്യങ്ങളൊന്നും വരില്ല. ഒന്നും വരില്ല. ഞാൻ ഈ പറഞ്ഞ 4 to 5 years ഗ്യാപ്പിൽ ഇന്റർവെല്ലിൽ സീലർ. കളർ നല്ല വെയിലടിച്ചെടുക്കുന്ന സ്ഥലത്ത് കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ടോ? കളർ ഫെയ്ഡിങ്ങിന് ചാൻസ് ഇല്ല, കുറവാണ്. ഇല്ല, അങ്ങനെ ഇതുവരെ നമ്മളത് ചെയ്തു തുടങ്ങിയിട്ട് 4-5 വർഷം ആവുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഗതി ഇതുവരെ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഈ ഫ്ലോറിൽ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ പൂളിൻ്റെ സൈഡ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പോർച്ച്, അല്ലെങ്കിൽ ചെറിയൊരു യാർഡ്, അങ്ങനത്തെ സ്പേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ഓപ്ഷൻസാണ് ഉള്ളത്? ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ടുള്ളത് ഓപ്ഷൻസ് ഈ പറഞ്ഞ മൈക്രോ സിമെന്റ് മൈക്രോ ടോപ്പിങ്ങിനകത്താണോ? ഇതുപോലെ നമുക്ക് ഈ സീംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സീംലെസ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി പോളിഷ് കോൺക്രീറ്റ് ആണ്. പോളിഷ് കോൺക്രീറ്റ് സീംലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൺസ്ട്രക്ഷൻ ജോയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഒരു 4 to 5 meters ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊഴിച്ച ആ സാധനം സീംലെസ് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്തപ്പോൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള ഫ്ലോർ അത് എന്താണ് മെറ്റീരിയൽ? അത് സ്റ്റാമ്പ് കോൺക്രീറ്റ്, സ്റ്റാമ്പിങ് ഇംപ്രിൻ്റ് ചെയ്യുന്നതാണ് കോൺക്രീറ്റ്. കളർ ഹാർഡർ സ്പ്രിങ്കിൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് സെയിം ഡേ തന്നെ ഇംപ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ക്യൂറിങ് കഴിഞ്ഞിട്ട് നാച്ചുറൽ ക്യൂറിങ് 5 to 7 days ക്യൂറിങ് കഴിഞ്ഞിട്ട് സീലർ അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. അതിനും എക്സ്റ്റീരിയർ സീലറാണ്. ആ കേസിലും സീലർ ഒരു 3 years ഗ്യാപ്പിൽ ഇൻ്റർവെല്ലിൽ റീകോട്ട് ചെയ്യുക. 3 to 4 years ഇൻ്റർവെല്ലിൽ റീകോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അവിടെ ഒരു വ്യത്യാസമുള്ള ഇതാണ്, കോൺക്രീറ്റ് മിനിമം തിക്നെസ് ഒരു 7 to 8 centimeter, 2-3 inch കോൺക്രീറ്റ് വേണം. ആ കോൺക്രീറ്റ് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നു. ഹാർണേഴ്സ് നമുക്ക് ഏതാണോ വേണ്ട കളർ ഹാർണർ സ്പ്രിങ്കിൾ ചെയ്ത് പിന്നെ ഒരു ഡ്യുവൽ ടോൺ നമ്മൾ വരുത്താം. അപ്പോൾ ആ ഡ്യുവൽ ടോണിന് വേണ്ടിയുള്ള ഒരു റിലീസറുണ്ട്. ആ റിലീസർ സ്പ്രിങ്കിൾ ചെയ്ത് ഏതാണോ മോൾഡ് വെച്ച് അത് ഇംപ്രിൻ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നു. ഒരു ഡേയിൽ നമുക്ക് അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്ന സാധനം സെപ്പറേറ്റ് ഒരു ഗ്രിഡ് പോലെ ആകാം. ഇപ്പോൾ ഒരു 500 square feet ഒരു സെഷന് ചെയ്തു, അപ്പോൾ അങ്ങനെ ഒരു 500 square feet, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതനുസരിച്ച് വേണമെങ്കിൽ പാറ്റേൺസ് ഗ്രൂസ് കൊടുക്കേണ്ടി വരും. ഓരോ ദിവസത്തെയും കോൺക്രീറ്റ് ജോയിൻസ് ഫുൾ ഗ്രൂസ് ഫുൾ ഡെപ്തിൽ വരും. നമ്മൾ ഈ ഇപ്പോൾ സാൻഡ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? സാൻഡ് ഫ്ലോറിംഗ്, അതുപോലെ ഇപ്പോൾ നമ്മുടെ മൊസൈക്ക് ഫ്ലോറിംഗ് പോലത്തെ ഇതൊക്കെ വീണ്ടും ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടല്ലോ. യെസ്. അത് നിങ്ങൾ അങ്ങനെ പിന്നെ ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ ഉദ്ദേശിച്ചത്? രണ്ടിലും. ഇന്റീരിയർ നമ്മൾ ചെയ്യുന്ന ടെറാസോ ഫ്ലോറിംഗ് ആണ്, എപ്പോക്സി ടെറാസോ ഫ്ലോറിംഗ്. ആളുകളെ സംബന്ധിച്ച് ഇത് കാണുന്ന സമയത്ത് പണ്ടത്തെ നമ്മുടെ മൊസൈക്ക് ഫ്ലോറിനോടാണ് ടെറോസ ഫ്ലോറിങ്ങിനെ. ഇപ്പൊ ടെറോസോ ടൈൽസ് ഉണ്ട്, ഇപ്പൊ ടെറോസോ ഫ്ലോറിംഗ് വീണ്ടും വന്നു. അപ്പൊ ആളുകളില് പണ്ടത്തെ ഓർമ്മയിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഈ പണ്ടത്തെ മൊസൈക്ക് ഫ്ലോറും നമ്മുടെ ടെറാസോ ഫ്ലോറും തമ്മിൽ ആക്ച്വലി എന്താണ് വ്യത്യാസമുള്ളത്? പണ്ടത്തെ ടെറാസോ ഫ്ലോറും അതേ ഫ്ലോർ തന്നെ ഇപ്പോഴും ഉണ്ട്. അതായത് നമുക്ക് സൈറ്റിൽ തന്നെ ചെയ്തെടുക്കാവുന്ന സംഗതികളുണ്ട്. അത് സിമെന്റേഷ്യസ് ആണ്. ഇപ്പോൾ
പണ്ട് ഇപ്പോൾ എനിക്ക് പഴയ കാലത്ത് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു 80 വർഷം മുമ്പ് ചെയ്ത ഫ്ലോറിലൊക്കെ 40 വർഷം മുമ്പ് പോയി ഹോസ്പിറ്റലുകളിൽ അതുമല്ലെങ്കിൽ ചില ചർച്ചുകളിലൊക്കെ കാണുന്ന ഫ്ലോർ ഇപ്പോൾ ചില വീടുകളിലും ഉണ്ട്. വീടുകളിൽ ഞാൻ ഇപ്പോൾ 80 വർഷം 100 വർഷം പഴക്കമുള്ള വീടുകളൊക്കെ പോകുമ്പോൾ പഴയ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ട അത്ഭുതം കൊള്ളുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഫിനിഷിൽ ഇപ്പോൾ ആ ഫിനിഷിൽ തന്നെ ചിലപ്പോൾ ചെയ്യണമെന്നില്ല. അന്നത്തെ അത്രയും അഗ്രിഗേറ്റ്സ് അത്രയും ചൂസ് ചില സാധനങ്ങൾ അങ്ങനെയുള്ള സാധ്യതകളുണ്ടായിരുന്നു. ചിലർ അതിനു വേണ്ടി അത്രയും മെനക്കെട്ട് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനം കൂടുതലും എപ്പോക്സി ടെറാസോണ്. എപ്പോക്സിയാണ് അതിനകത്തെ ബൈൻഡിങ് പോളിമർ. പണ്ട് മറ്റേ ഓക്സൈഡ് ഒക്കെ ആയിരുന്നു. ഓക്സൈഡ്സ് മാത്രമല്ല, ബൈൻഡിങ് സാധനം സിമെന്റ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ലൈം ആയിരുന്നു. അതുപോലത്തെ ഹൈഡ്രേറ്റഡ് ലൈം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചുണ്ണ അങ്ങനത്തെ ആ മെറ്റീരിയൽ അതിനകത്ത് ബൈൻഡിങ് പാർട്ടിക്കിൾ എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനകത്ത് ഫില്ലേഴ്സ് വേറെ സാധനങ്ങളുണ്ടല്ലോ, മൊസൈക് പൗഡർ, മൊസൈക് ചിപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എന്തൊക്കെയൊന്നും യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല. എന്നാലും അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ഫ്ലോറ് ചിലപ്പോൾ ആ ഒരു വളരെ സുന്ദരമായിട്ട് ചെയ്തേക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള എപ്പോക്സി ടെറാസോക്കകത്തുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഏതുതരം മെറ്റീരിയലും അതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. അത്രയും പവറുണ്ട്, അത്രയും ഇതാണ് കെമിക്കലി അത്രയും ബോണ്ടഡ് ആയതുകൊണ്ട് ഈ സാധനത്തിനകത്ത് ഒരിക്കലും വേറെ ഇഷ്യൂസ് ഇല്ല. പിന്നെ ഏത് സെക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഒരു ഡിസൈൻ, അതായത് അഗ്രിഗേറ്റ്സിൻ്റെ മിക്സിങ്ങിലുള്ള ഡിസൈൻ മാത്രമല്ല, ഒരു പാറ്റേൺസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി പഴയ മൊസൈക് ഫുൾ സിസ്റ്റമായിട്ട് നോക്കുമ്പോൾ നല്ല കോസ്റ്റ് ഉണ്ട്. ഏത് റേഞ്ചാണ് വരിക? എപ്പോക്സി ടെറാസ് ചെയ്യുമ്പോൾ മിനിമം 650 എബോ വരും. അതിപ്പോൾ ഈ സ്പേസ് ഒക്കെ കുറച്ച് കുറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഈ എന്താണ് വേസ്റ്റേജിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് റേറ്റ് കൂടും. പക്ഷേ സീംലെസ് ആയിട്ട് ചെയ്യാം, ലാസ്റ്റിംഗ് ആണ്. ഏറ്റവും ഇപ്പോൾ ഒരു പ്രീമിയം എൻവയറമെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോഞ്ച്, ഹോട്ടൽ ലോബി, ഇവൻ പല എയർപോർട്ടുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പോളിഷ്ഡ് കോൺക്രീറ്റ് ഫ്ലോർ ഉണ്ടല്ലോ, ആക്ച്വലി ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച മാതിരി ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ പോളിഷ്ഡ് കോൺക്രീറ്റ് ഫ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിലവിലിട്ടിട്ടുള്ള PCC തന്നെയാണോ പോളിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ RCC ഡയറക്റ്റ്ലി പോളിഷ് ചെയ്യുകയാണോ, അതോ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കോൺക്രീറ്റ് ചെയ്തിട്ട് ആ കോൺക്രീറ്റിൻ്റെ മുകളിലാണോ ഈ പോളിഷ്ഡ് കോൺക്രീറ്റ് വരുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ടൈല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 2 ഇഞ്ച് എടുത്തോളം അതിൻ്റെ ഒരു എലവൻസ് കണ്ടിട്ടായിരിക്കും ബാക്കി എല്ലാ ഹൈറ്റ്സും പ്ലാൻ ചെയ്തിട്ട് പോകണേ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? വീട്ടിൽ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺക്രീറ്റ് സ്കിഡ് തന്നെ വേണം. ഈ സാറ് പറഞ്ഞ 2 ഇഞ്ച് എന്നുള്ളത് മാറിയിട്ടൊരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 70 mm അല്ലെങ്കിൽ നിയർലി 3 ഇഞ്ചിൻ്റെ ഒരു കോൺക്രീറ്റ് സ്കിഡ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അതാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള, ഏറ്റവും വളരെ സ്കിൽഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് അതാണ്. കോൺക്രീറ്റ് സ്കിഡ് നമുക്ക് വേണ്ട രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുക. അത് നമ്മുടെ സാധാരണ 3/4 ഇഞ്ച് മെറ്റൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്? കുറച്ചുകൂടി ചെറിയ മെറ്റൽ മതി, അരേഞ്ച് മെറ്റൽ മതി. 12 mm അഗ്രിഗേറ്റ്സ്, ഒരു M20 ഗ്രേഡ് മിക്സ് റേഷ്യോ. അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആ സ്ക്രീഡ് ചെയ്തു പോവുക. ഈ സ്ക്രീഡിങ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് പറഞ്ഞ മേസൺറി, പ്ലാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഈ സ്ക്രീഡ് ചെയ്തിടാം. കാരണം ഇതിനൊരു ക്യൂറിങ് വേണമല്ലോ, മൈക്രോ ടോപ്പിംഗ് പോലെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ക്രീഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ലെവലിൽ ചെയ്തിട്ടുണ്ട്. നല്ല ലെവൽ. അതെല്ലാം നമ്മുടെ സ്കോപ്പിൽ ഇപ്പോൾ ഈ പോളിഷ് കോൺക്രീറ്റ് പ്രോസസ്സിനകത്ത് ചെയ്ത ഫസ്റ്റ് സ്റ്റേജാണ്. അത് ഷെൽടെക്ക് ചെയ്യുകയാണെങ്കിൽ ഷെൽടെക്കിൻ്റെ ടീം തന്നെ വന്ന് പ്ലേസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഒരു മിനിമം 3 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് പോളിഷ് കോൺക്രീറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പോളിഷ് കോൺക്രീറ്റ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളെയും കൂടെ പരിഗണിച്ച് ആ ടൈം ഇത് ചെയ്യുന്നത് മറ്റു വർക്കുകളൊക്കെ എന്തൊക്കെ കൂടെ നടക്കാനുണ്ട്, ഡാമേജ് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ടോപ്പ് ഫിനിഷ് ചെയ്യുന്ന പോലെ ആ ഒരു ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് സ്റ്റേജിനോട് അടുത്ത സമയത്ത് പക്ഷേ കുറച്ചുകൂടി സമയം ഇതിന് ആവശ്യമുണ്ട്. മൾട്ടി സ്റ്റേജ് ഗ്രൈൻഡിങ്, ഡെൻസിഫിക്കേഷൻ, പോളിഷിംഗ് ഒക്കെ. വീണ്ടും ഒരു ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പെയിൻറ്റിങ് വെച്ചിട്ട് ലാസ്റ്റ് ഒരു പെയിൻറ്റിങ് സ്റ്റേജ് ഉണ്ടല്ലോ, ഫൈനൽ പെയിൻറ്റിങ് സ്റ്റേജിൻ്റെ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഫിനിഷുകളൊക്കെ ചെയ്യുന്ന ടൈം തന്നെ ലാസ്റ്റ് 2-3 പോളിഷിംഗ് സ്റ്റേജ് ചെയ്ത് സീലർ അടിച്ച് ബഫ് ചെയ്യും. സീലേഴ്സൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ മൈക്രോ ടോപ്പിംഗ് പറഞ്ഞ സീലർ അല്ല, ഇത് കുറച്ചും കൂടി മൈക്രോ സീലേഴ്സാണ്, നാനോ ബേസ്ഡ് സീലേഴ്സാണ്. അതിൻ്റെ ഒരു ഫങ്ഷനിങ് വേറെ രീതിയിലാണ്, കുറച്ചുകൂടെ പെനിട്രേറ്റീവ് ആണ്. പക്ഷേ മൈക്രോ സിമെന്റിനേക്കാളും കൂടുതൽ ഇതിൽ ചെറിയ ഹെയർ ലൈൻ ക്രാക്സ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആകെയുള്ള ഒരു നെഗറ്റീവ് അതാണ്. എവിടെയെങ്കിലുമൊക്കെ, പക്ഷെ നമ്മൾ ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരുപാട് ക്രാക്സ് ഒന്നും വരാറില്ല. പക്ഷെ ചിലത് ഇപ്പോൾ ഡിസൈനേഴ്സ് മാത്രമല്ല, ചില ക്ലയൻസ് ആ ക്രാക്കിനെ അതിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് ഇതാണ്, ഇത് ഒരു പോളിഷ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീടിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ എവിടെയും യൂസ് ചെയ്യാവുന്നൊരു
ഒരു സിസ്റ്റമാണത്. ഷോറൂംസിലൊക്കെയാണ് ഇൻഡസ്ട്രീസോ ഹൈ ട്രാഫിക് ഹെവി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സർഫസ് ഫിനിഷ് കിട്ടില്ല. കാരണം ഈ കോൺക്രീറ്റ് ഇറ്റ് സെൽഫ് നമ്മളതിനെ എൻഹാൻസ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ക്വാളിറ്റി ടോപ്പ് ലെയർ. അപ്പോൾ പിന്നെ സ്ക്രാച്ച് പ്രൂഫാണ്. അത്യാവശ്യം പിന്നെ വെയിറ്റുള്ള സാധനങ്ങളൊന്നും വന്ന് ചിപ്പ് ഓഫ് ചെയ്ത് പോവില്ല. ഇനി ഇപ്പോൾ ഏതെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും കാര്യമായ നമുക്ക് എക്സ്പെൻസ് ഇല്ലാണ്ട് തന്നെ ആ സാധനത്തിന് പഴയ അവസ്ഥയിലേക്ക് റിഫോം ചെയ്തെടുക്കാം. അത് നമുക്കിപ്പോൾ മൈക്രോസിമെന്റ് ആയാലും പിന്നീട് അഡീഷണൽ ലെയർ ചെയ്യേണ്ടി വരും. വേറെ കണ്ടിന്യൂസ് ഫ്ലോർ ആണെങ്കിൽ മൈക്രോസിമെന്റ് നമ്മളൊരു ടോപ്പ് കോട്ട് ചെയ്യുമ്പോഴും ഒരു ജോയിൻസ് അവിടെ റിഫ്ലക്റ്റ് വരാം. അപ്പോൾ നമ്മളൊരു റൂംസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ടോപ്പ് ലെയർ മാത്രം ചെയ്തെടുത്താൽ മതി. പോളിഷ് കോൺക്രീറ്റിനകത്ത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു റീകോട്ടിങ്ങിനുള്ള ചാൻസ് അല്ല ഉള്ളത്, റീപോളിഷിങ്ങോ അല്ലെങ്കിൽ കുറച്ച് കറക്ഷൻസ് ചെയ്തെടുക്കാം. ഈ പോളിഷ്ഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ ടെറാസോൻ്റെ ഒക്കെ നമ്മളൊരു പ്രൈസ് റേഞ്ച് പറഞ്ഞു. ഈ മൈക്രോ ടോപ്പിങ്ങിനും പോളിഷ്ഡ് കോൺക്രീറ്റിനും ഒക്കെ നമുക്ക് ഏകദേശം ഒരു പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര വരാം? പോളിഷ് കോൺക്രീറ്റ് ആണ് ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ടുള്ള സംഗതി. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിലാണ് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ കോൾ ചെയ്യുന്നവരൊക്കെ തന്നെ. ഏകദേശം വീട് ചെയ്യുമ്പോൾ ഈ സ്ക്രീഡ് ഫിനിഷ് ചെയ്യുന്ന ഉൾപ്പെടെ കോൺക്രീറ്റിൻ്റെ കോസ്റ്റ് കൂടെ കൂട്ടിയിട്ടില്ല. ഈ കോൺക്രീറ്റ് സ്ക്രീഡ് ഫിനിഷ് ചെയ്യുന്ന ഉൾപ്പെടെ ഒരു 135 to എബോവ്. പിഗ്മെൻറ്റ്സ് കളറിങ് ഉണ്ടെങ്കിൽ കളർ ചെയ്യാം, ഹാർഡനർസ് തന്നെ യൂസ് ചെയ്ത്. അതാകുമ്പോൾ ഒരു അഡീഷണൽ ഒരു 44 rupees വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 170-180 per square feet ടോട്ടൽ പ്ലസ് കോസ്റ്റ് ഓഫ് ഫിനിഷിംഗ്. ഈ പറഞ്ഞ 70 mm കോൺക്രീറ്റിൻ്റെ കോസ്റ്റ് ഉണ്ടല്ലോ, സിമെന്റ് അഗ്രിഗേറ്റ്സ് മിക്സിംഗ് ആൻഡ് പോറിംഗ്, ദാറ്റ് വിൽ ബി അഡീഷണൽ. അപ്പോൾ അറൗണ്ട് ഒരു 200 റേഞ്ചിലൊക്കെ വരും. വരും. അല്ല 200 കോൺക്രീറ്റ് സ്ക്രീഡിന് അത്രയും പോരാണ്ട് വരുമല്ലോ 2 inch കോൺക്രീറ്റിന്. ഞാൻ പറഞ്ഞ ഒരു 135 + 40 ആണ്. 180+ ഫ്ലോറിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ നമ്മുടെ ക്വാണ്ടിറ്റി ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ 170 ഒക്കെ വരുന്നത്. അല്ല കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമല്ല, കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമുള്ള പോളിഷ് കോൺക്രീറ്റിനാണെങ്കിൽ ഒരു 95-100 rupees. ആ കോൺക്രീറ്റ് സ്ക്രീഡ് ഫിനിഷ് ചെയ്യണമല്ലോ, അതിനും ലേബർ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ലേബറും ഉണ്ട്, ഒരു ഹാർഡനർ, ഒരു ഗ്രേ സാധനങ്ങളൊക്കെ. നോർമൽ കോൺക്രീറ്റ് ആണെങ്കിൽ തന്നെ അതിനകത്ത് നോർമൽ ഗ്രേ പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം. അതിൻ്റെയൊക്കെ കോസ്റ്റ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. ഓൾ ടുഗർ പറയുമ്പോൾ ആ കോൺക്രീറ്റ് ഉണ്ടല്ലോ 2 inch കോൺക്രീറ്റിനുള്ള കോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 55 to 65 വരുമായിരിക്കും നമ്മുടെ ഇവിടുത്തെ റോ മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട്. പ്ലസ് 170 വരും. അപ്പോൾ കളേർഡ് ആണെങ്കിൽ 135 നാച്ചുറൽസ്. അപ്പോൾ എങ്ങനെ പോയാലും ഈ പറഞ്ഞൊരു 200 റേഞ്ചിനകത്ത് ചെയ്യാൻ പറ്റും. കോൺക്രീറ്റ് അതെ പറ്റും. നാച്ചുറൽ സിമെന്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. 180 ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മെഷീനറി ഓറിയൻറ്റഡ് ജോബ് ആയതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ പോളിഷ് കോൺക്രീറ്റിനകത്ത് ഒരു മിനിമം ഏരിയ ഉണ്ടെങ്കിൽ ഒരു ഏരിയ കൂടുന്തോറും റേറ്റ് കുറയ്ക്കാൻ പറ്റും. റേറ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല, എന്നാലും മിനിമം ഒരു 2000 square feet ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ ചെയ്യാം. അതായത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തൊന്നും അല്ല, പല അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ്മെൻറ്റ്സ് വേണ്ടി വരുമല്ലോ. മെഷീനറി എല്ലാ സ്റ്റേജിലും മെഷീൻസ് വേണ്ടി വരും ഇതിനകത്ത്. പക്ഷേ മൈക്രോ ടോപ്പിങ്ങിനകത്ത് അത്രയും പ്രശ്നങ്ങൾ. മൈക്രോ ടോപ്പിംഗ് നമുക്ക് എത്ര ആയിരിക്കും പ്രൈസ് വരുന്നത്? മൈക്രോ ടോപ്പിംഗ് ഫ്ലോർ ചെയ്യാനായിട്ടൊരു 325 പോകും. അതിപ്പോൾ ഏത് ഷെയ്ഡ്സ് ആണെങ്കിലും. വോളാണെങ്കിൽ 250+. 325 ഫ്ലോറ്, വോളാണെങ്കിൽ 250. ഷെയ്ഡ് ഏതാണെങ്കിലും അത് തന്നെയാണ്. ഷെയ്ഡ് ഏതാണെങ്കിലും സെയിം. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വളരെ നമ്മൾ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഇതായിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാറണ്ടി നമുക്ക് കൊടുക്കാറുണ്ട്. എത്ര നാളത്തുള്ള വാറണ്ടി കൊടുക്കാറുണ്ട്? വാറണ്ടി നമുക്ക് മൈക്രോ ടോപ്പിങ്ങിന് 5 years കൊടുക്കാം. പോളിഷ് കോൺക്രീറ്റിനകത്ത് ക്രാക്സിൻ്റെ കേസിലല്ല, പക്ഷേ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതായത് അബ്രേഷൻ റെസിസ്റ്റൻസ്, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസിന് 10 years വരെ കൊടുക്കുന്നു. നമുക്കിപ്പോൾ പലരും ടൈൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു ക്ലയൻറ്റ്, അവർ ഫ്ലാറ്റാണ്. അപ്പോൾ ഫ്ലാറ്റ് മേടിച്ചപ്പോൾ ടൈലും ടോയ്ലറ്റ്സിലെ ടൈൽ ഉൾപ്പെടെ എല്ലാം ഫിനിഷ്ഡാണ്. അപ്പോൾ ആ ടൈല് പുള്ളിക്ക് പക്ഷേ അത് നമ്മൾ വേറൊരു സ്റ്റൈലിൽ ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ടോട്ടലി ഒരു സീംലെസ് ലുക്ക് വേണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് മൈക്രോ സിമെൻറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും? നേരെ ടൈലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജോയിൻസ് ഒക്കെ നമുക്ക് അതാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൈമിങ് അതിൻ്റെ ബേസ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫൈബർ മെഷ് വെച്ച് എംബഡ് ചെയ്യും. അപ്പോൾ ബോണ്ടിങ് പവർ അല്ലെങ്കിൽ അതിൻ്റെ റീൻഫോഴ്സ്മെൻ്റ് ഒരു ബേസിക് സംഗതി അതിനകത്ത് കിട്ടിക്കഴിയും. ടൈലിൻ്റെ ലൈൻസ് അപ്പോൾ വിസിബിൾ ആവില്ല. ഇല്ലില്ല, ടൈല് ഡിമോളിഷ് ചെയ്യോ മാറ്റുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ടൈല് ഗ്ലോസി ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ക്ലോസിംഗ് മീൻസ് ഗ്ലോസി ടൈലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതിനനുസരിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് റഫാക്കണം.
അപ്പോൾ ഈ അങ്ങനത്തെ സർഫസിനകത്ത് ചെയ്യുന്ന സമയത്ത് ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ടൈലിൽ ഇല്ല. ആ പ്രിപ്പറേഷൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പക്കയാണെങ്കിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഫൈബർ സ്ക്രീൻ ചെയ്യുമ്പോൾ തന്നെ എംബഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബോണ്ടിങ് പവറും ഇലാസ്റ്റിക് ഇതുമൊക്കെ കിട്ടും. റീഇൻഫോഴ്സ്മെൻറ്റ് എല്ലാം റെഡിയാവും. നമുക്ക് ടോയ്ലറ്റ്സിൽ ഉൾപ്പെടെ ചെയ്യാം. വാട്ടർ പ്രൂഫിങ് ഏജന്റ് ഉള്ളതാണ് അതിനകത്ത്. അതെ, തീർച്ചയായിട്ടും നമുക്ക് വാഷബിളാണ്, വാട്ടർ പ്രൂഫിങ് ഏജന്റ് ഉള്ളതാണ്. വാട്ടർ പ്രൂഫിങ് ഉള്ളതാണ്. അത്യാവശ്യം മൈൽഡ് ഡിറ്റർജൻസ് ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ മറ്റേ വാഷ്റൂമിലാണെങ്കിലും ഒരു സീംലെസ് ഫിനിഷ് കിട്ടും. നമുക്ക് പൂളിനകത്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് പൂളിനകത്ത് നമ്മൾ ശരിക്കും പൂളിൻ്റെ ഇൻസൈഡ് നമ്മൾ ഇതുവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 2-3 ഒരു വർഷത്തിനുള്ളിൽ 1-2 ഏരിയാസിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഒന്നും വന്നിട്ട്, പക്ഷെ പൂളിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്താ, ഞങ്ങൾക്ക് നേരിട്ടൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾ സാധാരണ ഒരു ടൈൽ മറ്റേ ഇറ്റാലിയൻ മാർബിൾ ചെയ്യുന്ന സമയത്ത്, ഗ്രാനൈറ്റ് ചെയ്യുന്ന സമയത്ത്, ടൈൽ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതിനൊക്കെ ഒരു ബേസിക് അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ഒരു രീതി പറയാറുണ്ട്. ഡിറ്റർജൻസ് അങ്ങനത്തെ സാധനം യൂസ് ചെയ്യാതെ ഫ്ലോർ ക്ലീനേഴ്സ് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് വീഴുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ മൈക്രോസിമെന്റ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള സർഫസിൽ നമ്മൾ അത് മെയിൻ്റനൻസ് അല്ലെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യേണ്ടതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇതാണ്, നോർമൽ ഒരു ഡൈല്യൂട്ടഡ് ഡിറ്റർജൻസ് അതുപോലത്തെ ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ പറഞ്ഞ പോലെ കൂടുതൽ അസിഡിറ്റി അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റായിട്ട് വീണ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടച്ച് മാറ്റണം. അല്ലെങ്കിൽ ഡിസ്കളറേഷൻ. അതെ, ഡിസ്കളറേഷൻ ഉണ്ടാവും. റിയാക്ട് ചെയ്യാനുള്ള സമയം കൊടുക്കരുത് എന്നുള്ളതാണ്. നമുക്ക് അതിപ്പോൾ ഈ അബ്സോർപ്ഷൻ ടൈലാണെന്നുണ്ടെങ്കിലും, അതെ, ഈവൻ ഗ്രാനൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ആസിഡുള്ള വിട്രിഫൈഡ് ടൈലിൻ്റെ ഒരു റെസിസ്റ്റൻസ്, ആ ടോപ്പ് കോട്ടിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഇതിന് പ്രതീക്ഷിക്കരുത്, കിട്ടില്ല. പിന്നെ വെച്ചാൽ ഹൈ ട്രാഫിക് ഉള്ള ഏരിയകളിൽ മൈക്രോസിമെന്റ് സ്ക്രാച്ച് ചെറുതായിട്ടുണ്ടാക്കാം. നമുക്കൊരു വീട്ടിലൊക്കെ ഒന്നും സംഭവിക്കാനില്ല, അതിലൊന്നും സംഭവിക്കില്ല. നോർമലായിട്ടുള്ള വീടുകളോ അല്ലെങ്കിൽ അതുപോലത്തെ കൊമേഴ്സ്യൽ സ്പേസുകളൊക്കെ ഉണ്ടല്ലോ, ഓഫീസ് റൂംസിലോ ഒന്നും പ്രശ്നമില്ല. നമുക്കിതിനകത്ത് തന്നെ ഈ മെറ്റൽ ഇൻലേസ് ഒക്കെ കൊടുത്തിട്ട് പോളിഷ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈലും ഒരു സർഫസ് വരെ ടൈലും ഒരു റൂമിൽ ടൈലും ബാക്കി വന്ന ഏരിയ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് മൈക്രോ ടോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഗോൾഡൻ ഇൻലേസോ അങ്ങനെ എന്തെങ്കിലും തിക്നെസ് ഒരു 3 to 3.5 mm വരുന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ തന്നെ ആ സാധനം ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ഈ ടോപ്പിംഗ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് നിർത്തണം. അതിനെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇൻലേസ് ആദ്യം ചെയ്യേണ്ടി വരും. പോളിഷ് കോൺക്രീറ്റിൻ്റെ അടുത്ത് വേണമെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാം, കാരണം അതിനകത്ത് തിക്നെസ് ഉണ്ടല്ലോ. അപ്പോൾ മെയിൻ്റെനൻസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇൻലേ ചെയ്യേണ്ട സ്ട്രിപ്സോ ഇവൻ ടൈൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇൻലേസ് നമ്മൾ മുന്നേ ചെയ്തിട്ട് ഈ സാധനം സീംലെസ് ആയിട്ട് ഫ്ലോലെസ് ആയിട്ട് അപ്പോൾ കാണത്തക്ക രീതിയിൽ ആക്കി എടുക്കാം, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കത് പ്രത്യേകിച്ച് വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല, നോർമൽ ലെവലുള്ള ടേക്ക് കെയറിങ് മാത്രം. അതെ, ഈ മൈക്രോ ടോപ്പിങ്ങിൻ്റെ ഒരു ഇതാണല്ലോ സാർ, കംപ്ലീറ്റ് സീം, അതായത് 360 പ്ലെയിനിലും ഏത് ലെവലിലും ചെയ്തെടുക്കാം. ആ ഒരു കണ്ടിന്യൂസ് പോളിഷ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഫ്ലോർ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പറ്റുള്ളൂ. വോളിലേക്കുള്ള കണ്ടിന്യൂഷൻ നമുക്ക് ഇതിനെ പിന്നെ റിസംബിൾ ചെയ്യുന്ന മറ്റു സ്ഥല സാധനങ്ങൾ യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഒരു RCC കോളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോളിഷ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാറുണ്ട്. ഇപ്പം അത് പക്ഷെ ഫ്ലോർ കിട്ടുന്ന ഫീൽ ഫിനിഷിംഗ് ആയിരിക്കില്ല, പക്ഷെ അത് ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം റോ സർഫസ്, റോ കോൺക്രീറ്റ് സർഫസ്, സീലിംഗ്സ് ഒക്കെ അതൊക്കെ ഇപ്പോൾ ഒരു കുറെ കാലമായിട്ടുള്ള ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരുപാട് ഗ്രൈൻഡിങ്ങിന്റെ ആവശ്യമില്ല. നമ്മളെ പെർഫെക്ഷൻ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. സീലർ അത് അതിനിപ്പോൾ എന്തെങ്കിലും ജോയിൻസോ വോയിഡ്സ് അങ്ങനെ ഹണികോംസിന്റെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റോ ഫീൽ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. ഫില്ല് ചെയ്തിട്ട് ഒരു മൈൽഡ് ഗ്രൈൻഡിങ് മതി, സീലർ ഫിനിഷ് ചെയ്യാം, സീലർ അപ്ലൈ ചെയ്യാം. അതിനീ പറഞ്ഞ പോലെ പ്രോപ്പറായ സീലറുണ്ട്. എക്സ്റ്റീരിയർ സ്ഥലത്താണെങ്കിൽ ആ ഗ്രേഡുള്ള സീലർ യൂസ് ചെയ്യുക, ഇൻറ്റീരിയർ ആണെങ്കിൽ അതിനുള്ള സീലേഴ്സ് മതി. കാര്യമായ വർക്ക് അതിനകത്ത് വരുന്നില്ല. ഒരു നന്നായിട്ട് ഫോം വർക്ക് ചെയ്തെടുത്ത സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചറൽ ഫിനിഷുകളുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ ബീംസും കോളംസും മാത്രമല്ല, ഒരുപാട് ഫിനിഷുകൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് അതിനെ പറഞ്ഞ പോലെ ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു, താങ്ക്സ് ഫോർ ദ ടൈം.